സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അഥ സപ്തദശോധ്യായ. 17-ാം അധ്യായത്തിൽ കാളിയൻ രമണക ദീപത്തെ ഉപേക്ഷിച്ചിട്ട് കാളിന്തി ഹൃദത്തിൽ വരാനുള്ള കാരണമാണ് വിവരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാട്ടുതീയിൽ നിന്ന് ഗോക്കളെയൊക്കെ ഭഗവാൻ രക്ഷിച്ച കഥയും ഇതിൽ പറയുന്നു. നമുക്ക് നോക്കാം. ശ്ലോകം 1. രാജോവാച ഓം നമോ ഭഗവതേ വാസുദേവായ. നാഗാലയം രമണകം കസ്മാത് തത്യാജ കാളിയഃ കൃതം കിം വാ സുവർണസ്യ തേനൈകേന അസമഞ്ജസം. നാഗാലയം രമണകം കസ്മാത് തത്യാജ കാളിയഃ കൃതം കിം വാ സുവർണസ്യ തേന ഏകേന അസമഞ്ജസം. കാളിയൻ നാഗാലയം സർപ്പങ്ങളുടെ സ്ഥാനമായ രമണകം ദ്വീപിനെ കസ്മാത് എന്ത് കാരണത്താൽ തെത്യാജ ഉപേക്ഷിച്ചു. രാജാവ് ചോദിക്കുകയാണ്, എന്താണ് സർപ്പങ്ങളുടെ സ്ഥാനമായ ആ രമണകം ദ്വീപത്തെ ഉപേക്ഷിക്കാനുള്ള കാരണം? ഏകേന ഒരുവനായ തേന അവനാൽ സുവർണസ്യ ഗരുഡന് കിംബ എന്തൊരു അസമഞ്ജസം അപ്രിയം കൃതം ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ കാളിയൻ ഗരുഡനെ ഭയന്നാണ് ഇവിടെ വന്നതെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. അപ്പോൾ എന്ത് കാരണത്താലാണ് ഗരുഡനെ അവൻ ഭയന്നത്? എന്തിനാണ് സമുദ്രമധ്യത്തിലുള്ള രമണകം ദ്വീപ് ഉപേക്ഷിച്ച് ഈ കാളിന്തി ഹൃദത്തിൽ കാളിയൻ വന്നതെന്ന് രാജാവ് ചോദിക്കുകയാണ്. നാഗാലയം രമണകം കസ്മാത്യത്യാജ കാളിയഃ കൃതം കിം വാ സുവർണസ്യ തേന ഏകേന അസമഞ്ജസം. സുവർണൻ എന്ന് പറഞ്ഞാൽ ഗരുഡനാണ്. ശേഷുകോവാച. ശ്ലോകം 2. ഉപഹാര്യ സർപ്പജനൈർ മാസീഹയോ ബലിഹി വാനസ്പത്യോ മഹാബാഹോ നാഗാനാം പ്രാങ് നിരൂപിതഃ. ഇഹ ആദ്യം പദച്ഛേദം പറയാം. ഉപഹാര്യൈഹി സർപ്പജനൈഹി മാസി ഇഹ യോ യഹ ബലിഹി വാനസ്പത്യഃ മഹാബാഹോ നാഗാനാം പ്രാങ് നിരൂപിതഃ. ഇഹ ഈ സ്ഥലത്തിൽ ഉപഹാര്യൈഹി ആഹാരത്തിന് ഉചിതമായ സർപ്പജനൈഹി സർപ്പങ്ങളാൽ നാഗാനം നാഗങ്ങളുടെ ഉപദ്രവ നിവാരണത്തിന് വേണ്ടി മാസം തോറും മഹാബാഹോ ഹേ രാജാവേ വാനസ്പത്യ വൃക്ഷമൂലത്തിൽ വച്ച് നൽകുന്നതായി ആ യഹ ബലി ആ യാതൊരു ബലി മുമ്പേ നിശ്ചയിക്കപ്പെട്ടു. അപ്പോൾ ഗരുഡൻ്റെ ആഹാരം സർപ്പമാണല്ലോ. സർപ്പങ്ങളെയൊക്കെ തിന്ന് ഭക്ഷിക്കും. ഗരുഡൻ്റെ വിരോധിയാണ് സർപ്പം. അപ്പോൾ സർപ്പങ്ങളെയൊക്കെ കൊന്നു തിന്നും. അപ്പോൾ അതുകൊണ്ട് ഈ സർപ്പങ്ങൾ എന്ത് ചെയ്തു? അവരെല്ലാവരും കൂടെ ബ്രഹ്മാവിൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് 2 കൂട്ടരെയും സമാധാനിപ്പിച്ചു. ഗരുഡന് സർപ്പങ്ങൾക്ക് പൂർവ്വ വൈരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭക്ഷിക്കാനും ഉപദ്രവിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴാണ് ബ്രഹ്മാവിനോട് സങ്കടം പറഞ്ഞത്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, സർപ്പങ്ങൾ മാസം തോറും കറുത്ത വാവുന്നാൾ ഗരുഡന് ഭക്ഷിക്കാൻ ഉപകരിക്കുന്ന ഒരു ബലി വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ചു കൊടുക്കണം. അപ്പോൾ അത് ഗരുഡന് സമ്മതിച്ചു. കറുത്ത വാവുന്നാൾ ഗരുഡന് ഭക്ഷിക്കാൻ യോഗ്യമായ ബലി കൊണ്ടുവയ്ക്കണം. അപ്പോൾ വനസ്പതി എന്ന് പറഞ്ഞാൽ പൂവില്ലാതെ കായ്ക്കുന്ന മരത്തിനാണ് വനസ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ആൽമരം അങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് ഇതുപോലെ ബലി കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഓരോരുത്തരും ഓരോ മാസം ബലി ഇങ്ങനെ ഓരോ സർപ്പങ്ങളും കൊണ്ടുവയ്ക്കാറുണ്ടായിരുന്നു.
ഉപഹാര്യൈ സർപ്പജനൈർ മാസീ മാസീഹയോ ബലിഃ വാനസ്പത്യോ മഹാബാഹോ നാഗാനാം പ്രാങ് നിരൂപിത. ശ്ലോകം 3. സ്വം സംഭാഗം പ്രയച്ഛന്തി നാഗാ പർവണി പർവണി ഗോപീധായാത്മന സർവേ സുവർണായ മഹാത്മനെ. സ്വം സ്വം ഭാഗം പ്രയച്ഛന്തി നാഗാഹ പർവണി പർവണി ഗോപീധായ ആത്മനഃ സർവേ സുവർണായ മഹാത്മനെ. സർവേ നാഗ, എല്ലാ സർപ്പങ്ങളും പർവണി പർവണി, എല്ലാ കറുത്തവാവ് നാളും, അതായത് കറുത്തവാവ് നാൾ തോറും മഹാത്മനെ, മഹാത്മാവായ സുവർണായ ഗരുഡനായിക്കൊണ്ട് ആത്മനഃ, ആത്മാവിൻ്റെ ഗോപീധായ രക്ഷയ്ക്ക് വേണ്ടി സ്വംസംഭാഗം അവരവരുടെ ഭാഗത്തെ പ്രയിച്ചതി കൊടുക്കുന്നു. അപ്പോൾ ഓരോരോ സർപ്പങ്ങളും അവരവരുടെ ഭാഗത്തെ ഓരോ അമാവാസി നാൾതോറും കൊടുക്കുന്നു. അങ്ങനെ കൊണ്ടുവന്ന് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വയ്ക്കുന്നു. സ്വംസംഭാഗം പ്രയച്ഛന്തി നാഗാ പർവണി പർവണി ഗോപീധായാത്മന സർവേ സുവർണായ മഹാത്മനെ. ശ്ലോകം 4. വിഷവീര്യമതാവിഷ്ട കാദ്രവേയസ്തു കാളിയഃ കദർത്ഥീകൃത്യ ഗരുഡം സ്വന്തം ബുഭുജേ ബലിം. വിഷവീര്യം അതാവിഷ്ട, വിഷത്തിൻ്റെയും ദേഹശക്തിയുടെയും ആധിക്യം നിമിത്തമുള്ള മതാവേശത്തോടുകൂടി കാദ്രേവേയസ്തു കാളിയഃ, കാളിയൻ എന്ന കാദ്രേവേയഃ തു, കദ്രുപുത്രൻ. കാളിയൻ കദ്രുപുത്രനാണ്. അതായത് കദ്രുവിൻ്റെയും കശ്യപൻ്റെയും മക്കളാണ് നാഗങ്ങൾ. വിനിതയുടെ മകനാണ് ഗരുഡൻ. അപ്പോൾ കദ്രുപുത്രന്മാരാവട്ടെ, പുത്രനാവട്ടെ, കാളിയനാകട്ടെ, ഗരുഡനെ കദർത്തീകൃത്യ തുച്ഛമായി കരുതിയിട്ട് തം ബലിയും, ആ ബലിയെ സ്വയം ബഹുജെ, താൻ തന്നെ ഭുജിച്ചു. അപ്പോൾ കാളിയൻ ഭയങ്കര വിഷവീര്യമുള്ള സർപ്പമാണ്. അപ്പോൾ കാളിയൻ അഹങ്കാരം. കാളിയൻ പറയണു, ഓ ഒരു ഗരുഡൻ, ഈ ഗരുഡന് കൊടുത്തില്ലെങ്കിൽ ഇപ്പം എന്തു ചെയ്യും എന്ന് പറഞ്ഞ് ഗരുഡന് കൊടുക്കേണ്ടതിനെ കാളിയൻ അങ്ങ് ഭക്ഷിക്കുകയാണ്. വിഷമീര്യമതാവിഷ്ട കാദ്രേവേയസ്തു കാളിയഃ കദർത്തീകൃത്യ ഗരുഡം സ്വയം തം ബുഭുജേ ബലിം. ശ്ലോകം 5. തശ്രുദ്ധാ കുപിതോ രാജൻ ഭഗവാൻ ഭഗവത് പ്രിയഃ വിജിഘാംസുർ മഹാവേഗ കാളിയം സമുപാദ്രവത്. തത് ശ്രുത്വാ കുപിതഃ രാജാവേ, ഭഗവാൻ ഭഗവത് പ്രിയഃ, ഭഗവാന്റെ പ്രിയനും ഭഗവാൻ വീര്യം മുതലായ ഐശ്വര്യമുള്ളതുമായ ആ ഗരുഡൻ, ഇവിടെ ഗരുഡനെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗരുഡന് ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഐശ്വര്യാദി 6 ഗുണങ്ങളുമുണ്ട്. 6 ഗുണങ്ങളുള്ളവരാണല്ലോ ഭഗവാൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ എന്നാണ് ഗരുഡനെ വിളിച്ചിരിക്കുന്നത്. അതിനെ ശ്രുത്വ കേട്ടിട്ട് കുപിതഃ കോപിച്ചവനായി, വിജിഘാംസു കൊല്ലാനിച്ഛയോടുകൂടി, മഹാവേഗ ഏറ്റവും വേഗയുക്തനായി, കാളിയനെ സമുപാദ്ര പ്രാപിച്ചു. അപ്പോൾ കാളിയൻ പറഞ്ഞു, ഈ തുച്ഛനായവനെ ഞാൻ എന്തിനെ കൊടുക്കുന്നതെന്നും പറഞ്ഞ് ഭക്ഷിച്ചപ്പോൾ ഇത് കേട്ട് ഗരുഡൻ എന്ത് ചെയ്തു? കാളിയനെ ഉപദ്രവിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈശ്വരാനുഗ്രഹം ഉള്ളതാണ് ഗരുഡൻ, എല്ലാ ഷഡ്ഗുണ ഐശ്വര്യങ്ങളും ഉള്ളതാണ്. എന്നിട്ട് നിസ്സാരമായിട്ട് കാളിയൻ കരുതി. തശ്രുദ്വാകുപിതോ രാജൻ ഭഗവാൻ ഭഗവത് പ്രിയ വിജിഘാംസുർ മഹാവേഗ കാളിയം സമുപാദ്രവത്. ശ്ലോകം 6. തമ്മാപദന്തം തരസാ വിഷായുധ പ്രത്യഭ്യയാത് ഉച്ഛ്രുത നൈകമസ്തക ദദ്ഭീ സുവർണം വ്യദശത് ദദായുധ കരാളജിഹോച്ഛ്വസിതോ ഉഗ്രലോചനഃ. തം ആപദന്തം തരസാ വിഷായുധഃ പ്രത്യഭ്യയാത് ഉച്ഛ്രിത ന ഏകമസ്തക ദദ്ഭിഃ സുവർണം വ്യദശത്
ദദായുധ കരാളി ജിഹ്വ ഉച്ഛ്വസിത ഉഗ്രലോചന. ഉച്ഛ്രിത ന ഏകമസ്തക, ഒരു മസ്തകമല്ല, ന ഏകമസ്തക, ഒരു മസ്തകമല്ലെന്ന് പറഞ്ഞാൽ അനേക മസ്തകത്തോടു കൂടി. ഉച്ഛ്രിത എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെട്ട അനേകം പടങ്ങളോടും ദദായുധ ദന്തങ്ങളാകുന്ന ആയുധങ്ങളോടും കരാള ജിഹ്വോച്ഛ്വസിത ഉഗ്രലോചന ഭയങ്കരമായ നാവുകളോടും ഭയങ്കരമായ കണ്ണുകളോടും കൂടിയ വിഷായുധ സർപ്പം ആപദന്തം നേരിട്ട് പാഞ്ഞു വരുന്ന തം സുവർണ ഗരുഡനെ പ്രത്യഭ എതിർത്തു. ഗരുഡൻ എതിർക്കാൻ വന്നപ്പോൾ ഗരുഡനെ എതിർത്തു. ദത്വി പല്ലുകൾ കൊണ്ട് തരസ വ്യദശ, പല്ലുകൾ കൊണ്ട് ഗരുഡനെ കടിച്ചു. തമ്മാപദന്തം തരസാ വിഷായുധ പ്രത്യഭയാത് ഉച്ഛ്രിത നൈകമസ്തക ദത്വി സുവർണം വ്യദശത് ദദായുധ കരാള ജിഹ്വോച്ഛ്വസിതോഗ്രലോചന. ശ്ലോകം 7. തം താർഷ്യപുത്രസ്സ നിരസ്യ മന്യുമാൻ പ്രചണ്ഡവേഗോ മധുസൂദനാസനഃ പക്ഷേണ സവ്യേന ഹിരണ്യരോചിഷാ ജഘാന കദ്രിസുതമുഗ്രവിക്രമഃ. തം താർഷ്യപുത്രഃ സ നിരസ്യ മന്യുമാൻ പ്രചണ്ഡവേഗഃ മധുസൂദന ആസനഃ പക്ഷേണ സവ്യേന ഹിരണ്യരോചിഷാ ജഘാന കദ്രുസുതം ഉഗ്രവിക്രമഃ. പ്രചണ്ഡവേഗഃ അത്യുഗ്രവേഗമുള്ളവനും മധുസൂദന ആസന മഹാവിഷ്ണുവിൻ്റെ വാഹനനും ഉഗ്രവിക്രമ അതിപരാക്രമമുള്ളവനും മന്യുമാൻ അതികോപിഷ്ടനുമായ സഹതാർഷ്യപുത്ര ആ ഗരുഡൻ തം കദ്രുസുതം ആ കദ്രുസുതനെ സർപ്പത്തെ നിരസ്യ തുച്ഛമായി കരുതിയിട്ട് ഹിരണ്യരോചിഷ സ്വർണകാന്തി പൂണ്ട സവ്യേന പക്ഷേണ ഇടത്തെ ചിറകുകൊണ്ട് ജഖാന അടിച്ചു. അപ്പോൾ കാളിയനെ എത്രയും നിസാരനായി കരുതിയ ഗരുഡൻ എന്ത് ചെയ്തു? ഇടത്തെ ചിറകുകൊണ്ടാണ് അടിച്ചത്. ഗരുഡൻ ഭഗവാന്റെ വാഹനമാണ്. ഭയങ്കര വേഗവും പരാക്രമവും ഭഗവാൻ ഗരുഡന് നൽകിയിട്ടുണ്ട്. തന്നെ നിസാരനായി കരുതിയ കാളിയൻ്റെ നേരെ മഹാക്രോധമുണ്ടായി. അതിനാൽ ഈ നിസാരനായിരിക്കുന്ന കാളിയൻ്റെ വലത്തെ ചിറക്, കാളിയൻ്റെ നേരെ വലത്തെ ചിറക് ഉപയോഗിക്കേണ്ട, അവൻ നിസാരനല്ലേ എന്ന് വിചാരിച്ച് സ്വർണകാന്തിയോടുകൂടിയ ഇടത്തെ ചിറകുകൊണ്ട് കാളിയനെ അതിശക്തമായി അടിക്കുന്നു. തം താർഷ്യപുത്ര സ നിരസ്യ മന്യുമാൻ പ്രചണ്ഡവേഗോ മധുസൂദനാസന പക്ഷേണ സവ്യേന ഹിരണ്യരോചിഷ ജഘാന കദ്രിസുതം ഉഗ്രവിക്രമഃ. ശ്ലോകം 8. സുവർണപക്ഷാഭിഹത കാളിയോദീവ വിഹ്വല ഹൃദം വിവേശ കാളിന്ത്യ തദഗമ്യം ദുരാസദം. സുവർണപക്ഷാഭിഹത, സുവർണ എന്ന് വെച്ചാൽ ഗരുഡൻ, ഗരുഡൻ്റെ ചിറകിനാൽ അടിക്കപ്പെട്ട കാളിയൻ അതീവ വിഹ്വല ഏറ്റവും പരവശനായി തത് അഗമ്യം അവന് ഗമിക്കാൻ പാടില്ലാത്തതും ദുരാസദം പ്രാപിക്കാൻ സാധിക്കാത്തതുമായ കാളിന്തിയുടെ ഹൃദത്തെ പ്രവേശിച്ചു. അപ്പം ചിറകൻ്റെ ഗരുഡൻ്റെ ചിറകടിയേറ്റ് പരവശനായ കാളിയൻ എന്ത് ചെയ്തു? ഗരുഡന് പ്രവേശിക്കാൻ പാടില്ലാത്ത കാളിന്തിയിലുള്ള ഹൃദത്തെ അതുകൊണ്ടാണ് പ്രവേശിച്ചത്. സുവർണപക്ഷാഭിഹത കാളിയോദീവ വിഹ്വല ഹൃദം വിവേശ കാളിന്ത്യ തദഗമ്യം ദുരാസദം. ശ്ലോകം 9. തത്രൈകഥാ ജലചരം ഗരുഡോ ഭക്ഷ്യമീപ്സിതം നിവാരിത സൗഭരിണ പ്രകസ്യക്ഷുതിദോഹരത്. തത്ര ഏകത അതിൽ ഒരിക്കൽ ഈപ്സിതം ഇഷ്ടപ്പെട്ട ഭക്ഷ്യജലതരം ഭക്ഷ്യമായ മത്സ്യത്തെ ഗരുഡൻ സൗഭരിയാൽ നിവാരണം ചെയ്യപ്പെട്ടിരുന്നിട്ട് കൂടി ക്ഷുതിത വിശപ്പുള്ളവനായി പ്രസഹ്യ ബലാൽക്കാരേണ അഹരത് ഭക്ഷിച്ചു. അപ്പോൾ യമുനയിൽ സൗഭരി മഹർഷി 12 വർഷമായിട്ട് തപസ് ചെയ്യുകയായിരുന്നു.
അപ്പോൾ ഒരു ദിവസം സൗഭരി മഹർഷി ഒരു കാഴ്ച കണ്ടു. ഗരുഡനിഷ്ട ഭക്ഷണമായ മത്സ്യങ്ങളെ പിടിച്ച് തിന്നുകയാണ്. അപ്പോൾ സൗഭരി മഹർഷിക്ക് കരുണ തോന്നി. സാധു ജീവികളെ കൊല്ലരുതെന്ന് പറഞ്ഞെങ്കിലും ഗരുഡൻ വിശപ്പ് അധികം ഉള്ളതുകൊണ്ട് കുറേ മത്സ്യങ്ങളെ പിടിച്ചു തിന്നു. അപ്പോൾ ഉടനെ തന്നെ സൗഭരി മഹർഷി ഗരുഡനെ ശപിച്ചു. അടുത്തതിൽ ശ്ലോകം 9. തത്രൈകഥാ ജലധരം ഗരുഡോ ഭക്ഷ്യമീപ്സിതം നിവാരിത സൗഭരിന പ്രസഹ്യ ക്ഷുതുദോഹര. ശ്ലോകം 10. മീനാൻ സുദുഃഖിതാൻ ദൃഷ്ട്വാ ദീനാൻ മീനപദൗ ഹതേ കൃപയാ സൗഭരി പ്രാഗ തത്ര അത്യക്ഷേമമാചരൻ. മീനാൻ മത്സ്യങ്ങളുടെ രാജാവ് മീനാൻ സുദുഃഖിതാൻ ദൃഷ്ട്വാ ദീനാൻ മീനപദവും എന്ന് വെച്ചാൽ മത്സ്യങ്ങളുടെ രാജാവ് ഹതേ ഹനിക്കപ്പെട്ടപ്പോൾ സുദുഃഖിതാൻ ഏറ്റവും ദുഃഖിച്ചും നീനാൻ വ്യസനം കൊള്ളുന്നവനുമായ മീനാൻ മത്സ്യങ്ങളെ കണ്ടിട്ട് കൃപയാ കരുണയോടുകൂടി സൗഭരി മുനി തത്ര അത്യക്ഷേമം അവിടെ ഇരുന്നവളുടെ ക്ഷേമത്തെ ആചരണം ചെയ്യുന്നവനായി പറഞ്ഞു. അപ്പോൾ ഗരുഡൻ മത്സ്യങ്ങളുടെ നാഥനായ വലിയ മത്സ്യത്തെ പിടിച്ചു തിന്നപ്പോൾ അവ രാജാവില്ലാത്ത പ്രജകളെ പോലെയായി. പരവശയായ മീനുകളെ കണ്ട് മനസ്സലിഞ്ഞ സൗഭരി ഇനിമേൽ അവിടെയുള്ള മത്സ്യങ്ങൾക്ക് ഗരുഡ ഭയമില്ലാതെ ആകണമെന്ന് പറഞ്ഞു. എന്നുള്ള കരുണയോടുകൂടിയാണ് പറഞ്ഞത്. പരമദുഃഖം കാണുക തന്നെ മഹാന്മാർക്ക് പരമസങ്കടം സൂചിപ്പിക്കുന്നത് പോലെയാണ്. മീനാൻ സുദുഃഖിതാൻ ദൃഷ്ട്വാ ദീനാൻ മീനപദൗ ഹരേ. മീനാൻ സുദുഃഖിതാൻ ദൃഷ്ട്വാൻ ദീനാൻ മീനപദൗ ഹതേ കൃപയാ സൗഭരി പ്രാഗ തത്രത്യ ക്ഷേമം ആചരൻ. അപ്പോൾ മത്സ്യങ്ങളുടെ രാജാവ് കൊല്ലപ്പെട്ടപ്പോൾ ദുഃഖിച്ച് മീനുകൾ എന്ത് ചെയ്തു? മീനുകളെ ദുഃഖിച്ച് കണ്ടിട്ട് കാരുണ്യത്തോടുകൂടി സൗഭരി മഹർഷി തത്ര അത്യക്ഷേമം അവിടെ ഉള്ളവരുടെ ക്ഷേമത്തെ ആചരിക്കുന്നവനായിട്ട് പറഞ്ഞു. മീനാൻ സുദുഃഖിതാൻ ദൃഷ്ട്വാ ദീനാമീനപദൗ ഹതേ കൃപയാ സൗഭരി പ്രാഗ തത്രത്യക്ഷേമ ആചരൻ. ശ്ലോകം 11. തത്ര പ്രവേശ്യ ഗരുഡോ യതി മത്സാൻ സഖാദതി സദ്യപ്രാണർവിയുജ്യേത സത്യമേതത് ബ്രവീമ്യഹം. തത്ര പ്രവിശ്യ ഗരുഡ തത്ര അവിടെ സഹ ഗരുഡൻ പ്രവേശിച്ചിട്ട് മത്സ്യാൻ ഖാദതി മത്സ്യത്തെ ഭക്ഷിക്കുന്നതായാൽ സദ്യ ഉടനെ തന്നെ പ്രാണങ്ങളെ വിയുജ്യേത ഉപേക്ഷിക്കുന്നവനായിട്ട് ഇതിനെ സത്യമായിട്ട് അഹം ഞാൻ ബ്രവീവി പറഞ്ഞു. അപ്പോൾ സൗഭരി മഹർഷി മത്സ്യങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. മത്സ്യങ്ങളെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ അത് വിപരീത ഫലമാണ് ഉണ്ടായത്. ഗരുഡൻ വന്നില്ലെങ്കിൽ അതിനേക്കാൾ ഉഗ്രവിഷമുള്ള കാളിയനാണ് ഇവിടെ വന്ന് ആ ജലത്തെയും വിഷഭംഗിലമാക്കി. മാത്രമല്ല അതിൽ കൂടി കടന്നു പോകുന്ന പക്ഷികളും മൃഗങ്ങളും എല്ലാം ചത്തൊടുങ്ങി. അപ്പോൾ അങ്ങനെ പല നാശങ്ങളും ഉണ്ടായി. അപ്പോൾ തപശക്തി കൊണ്ട് തനിക്ക് എന്തും ചെയ്യാമെന്ന് മുനി വിചാരിച്ചിരുന്നു. പക്ഷെ മുനിക്ക് തപസ് ചെയ്തിരുന്ന മുനിക്ക് ആ മീനുകളിൽ ആകൃഷ്ടരായി അങ്ങനെ തപസ് മുടങ്ങി.
ശ്ലോകം 11. തത്ര പ്രവിശ്യ ഗരുഡോ യതി മത്സ്യാൻ സഖാദതി സദ്യപ്രാണൈർവിയുജ്യേത സത്യമേത ബ്രവ്യമഹം. ശ്ലോകം 12. തം കാളിയ പരം വേദ നാന്യ കശ്ചന ലേലിഹ അവാസീത് ഗരുഡാദ്വീത കൃഷ്ണേന ച വിവാസിതഃ. തം കാളിയഃ പരം വേദ ന അന്യഃ കശ്ചന ലേലിഹ അവാസീത് ഗരുഡാദ്വീതഃ കൃഷ്ണേന ച വിവാസിതഃ. തം അതിനെ കാളിയഃ പരം കാളിയൻ മാത്രം വേദ അറിഞ്ഞു. അന്യഹ ഇതരമായ കശ്ചന ലേലിക ഒരു സർപ്പവും ന വേദ അറിഞ്ഞില്ല. അപ്പോൾ സൗബരിയുടെ ശാപം കാളിയെ മാത്രം അറിഞ്ഞു. ഗരുഡനിൽ നിന്ന് ഭീതഹ പേടിച്ചവനായി അവാസി അവിടെ വസിച്ചു. അപ്പോൾ ഗരുഡൻ ഇനി അവിടെ ചെല്ലുകയില്ലല്ലോ. സൗബരി മഹർഷി ഗരുഡനെ ശപിച്ച് എന്താണ്, ഇനി ഇവിടെ വന്ന് ഈ മത്സ്യങ്ങളെ തിന്നാൽ നിന്റെ തല പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ നീ മരിക്കും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ സൗബരി ശപിച്ചു. അപ്പം അത് കാളിയൻ മാത്രമേ അറിഞ്ഞുള്ളൂ, മറ്റൊരു പാമ്പും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി ഗരുഡൻ അവിടെ ചെല്ലാത്ത ആ കാളിന്തിയിൽ ഈ കാളിയൻ എന്ത് ചെയ്തു, ചെന്ന് വസിച്ചു. അപ്പോൾ അങ്ങനെ ഗരുഡനിൽ നിന്ന് പേടിച്ചവനായിട്ട് അവാസിത് ഇവിടെ വന്ന് വസിച്ചു. കൃഷ്ണനാൽ വിവാസിത. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു, അവനെ തിരിച്ച് അവിടേക്ക് ഓടിച്ചു. അപ്പോൾ അങ്ങനെ കാളിന്തിയിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് ഈ കാളിയനും കുടുംബവും എത്തിയതെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഗരുഡനെ പേടിച്ചാണ് ഇവിടെ എത്തിയത്. ശ്ലോകം 13. കൃഷ്ണം ഹൃദാത് വിനിഷ്ക്രാന്തം ദിവ്യസ്രഗന്ധവാസസം മഹാമണി ഗണാകീർണം ജാംബൂനത പരിഷ്കൃതം. കൃഷ്ണം ഹൃദാത് വിനിഷ്ക്രാന്തം ദിവ്യസ്രഗ് ഗന്ധവാസസം മഹാമണി ഗണാകീർണം ജാംബൂനത പരിഷ്കൃതം. ഹൃദത്തിൽ നിന്ന് വിനിഷ്ക്രാന്തം പുറത്തേക്ക് വന്നവനായി ദിവ്യസ്രഗന്ധവാസസം ദിവ്യങ്ങളായ മാലകളോടും വസ്ത്രങ്ങളോടും കൂടിയവനായി മഹാമണി ഗണാകീർണം അതിശ്രേഷ്ഠങ്ങളായ രത്നസമൂഹങ്ങളാൽ വ്യാപിക്കപ്പെട്ടവനായി ജാംബൂനത പരിഷ്കൃതം സ്വർണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവനായിരിക്കുന്ന കൃഷ്ണനെ കണ്ടു. അപ്പോൾ കൃഷ്ണനെ കാളിയൻ പൂജിച്ചതുകൊണ്ട് പൂർവാദി ശോഭയായിട്ട് കൃഷ്ണൻ കാണപ്പെട്ടു. കൃഷ്ണൻ മുകളിലേക്ക് ഹൃദയത്തിൽ നിന്ന് മുകളിലോട്ട് പൊങ്ങി വന്നപ്പോൾ പൂമാലകൾ, പട്ടുവസ്ത്രങ്ങൾ, ദിവ്യങ്ങളായ രത്നങ്ങൾ, തങ്ക ആഭരണങ്ങൾ ഇവയെല്ലാം കാളിയ പത്നിമാർ കൃഷ്ണനെ അലങ്കരിച്ചിരുന്നു. അപ്പം അങ്ങനെ നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ ശോഭിച്ചാണ് കൃഷ്ണൻ കാളിന്തിയിൽ നിന്നും പുറത്തേക്ക് വന്നത്. കൃഷ്ണം ഹൃദാത് വിനിഷ്ക്രാന്തം ദിവ്യശ്രഗന്ധവാസസം മഹാമണി ഗണാകീർണം ജാംബൂനത പരിഷ്കൃതം. ശ്ലോകം 14. ഉപലഭ്യോത്തിത സർവേ ലബ്ധപ്രാണ ഇവാസവഃ പ്രമോദ ആത്മാനോ ഗോപാപ്രീത്യാഭിരേ ഉപലഭ്യോ ഉത്ഥിതാഹ സർവേ. ഉപലഭ്യ കണ്ടിട്ട്, ഉത്ഥിതാഹ എഴുന്നേറ്റും, ലബ്ധപ്രാണ ഇവാസവ പ്രാണൻ ലഭിച്ചതുപോലെ, ഇവാസവ ഇന്ദ്രിയങ്ങൾ എന്ന പോലെ. അതായത് മരിച്ചു കിടന്നിട്ട് പ്രാണൻ ലഭിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ഊർജ്ജസ്വലതയോടെ ചാടി എണീക്കുന്നത് പോലെ സന്തോഷം നിറഞ്ഞ മനസ്സോടുകൂടിയവരായ സർവേ എല്ലാ ഗോപന്മാരും പ്രീതിയോടുകൂടി ആ അഭിരേഭിരേ ആലിംഗനം ചെയ്തു. ഭഗവാനെ കണ്ടതും പ്രാണൻ കിട്ടിയതുപോലെ, മരിച്ചു കിടന്നവർക്ക് പ്രാണൻ കിട്ടിയതുപോലെ ചാടി വന്ന് ഭഗവാനെ എല്ലാവരും ആലിംഗനം ചെയ്യുകയാണ്. ഉപലഭ്യോത്ഥിത സർവേ ലബ്ധപ്രാണ ഇവാസവഃ പ്രമോദ നിഭൃതാത്മനോ ഗോപ പ്രീത്യാഭിരേ. ശ്ലോകം 15. യശോദാരോഹിണി നന്ദോ ഗോപ്യോ ഗോപാശ്ച കൗരവ കൃഷ്ണം സമേത്യ ലബ്ധേഹ ആസം ലബ്ധ മനോരഥാഹ. കൗരവ അല്ലെ കുരുശ്രേഷ്ഠ, യശോദയും രോഹിണിയും നന്ദനും ഗോപികകളും
ഗോപാച്ച ഗോപന്മാരും കൃഷ്ണനെ സമേത്യ പ്രാപിച്ചിട്ട് ലപ്തേഹ ലഭിക്കപ്പെട്ട ചേഷ്ടകളോടുകൂടിയവരായി ഉത്സാഹിച്ച് ലഭിക്കപ്പെട്ട മനോരഥത്തോടു കൂടിയവരായി ആസൻ ഭവിച്ചു. അവർക്ക് കൃഷ്ണനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അതുവരെ നിശ്ചേഷ്ടിതരായിരുന്നവരൊക്കെ ആർപ്പ് വിളിച്ച് സന്തോഷത്തോട് ചേഷ്ടകൾ പ്രകാശിപ്പിച്ചു. ഇനിമേൽ തങ്ങൾക്ക് സാധിക്കേണ്ട ഒരു കാര്യവും അവർക്കില്ല എന്ന് കരുതി അവർ അത്ര സന്തോഷിച്ചു. യശോദാരോഹിണി നന്ദോ ഗോപ്യോ ഗോപാശ്ച കൗരവ കൃഷ്ണം സമേത്യ ലബ്ധേഹ ആ സംലബ്ധ മനോരഥ രാമച്ചാച്യുതമാലിംഗ്യ ജഗാസാസ്യ അനുഭാവവേദ് നഗാഗാവോദ് വൃഷാവത്സ ലേപിരേ പരമാമുദം. രാമ അച്യുത ആലിംഗ്യ ജഹാസ അസ്യ അനുഭാവവിത്. അസ്യ ഇവൻ്റെ അനുഭാവവിത് മാഹാത്മ്യത്തെ അറിയുന്ന രാമനും കൃഷ്ണൻ്റെ മാഹാത്മ്യത്തെ അറിയുന്ന രാമനും അച്യുതം കൃഷ്ണനെ ആലിംഗനം ചെയ്തിട്ട് ജഹാസ ചിരിച്ചു. നഗ വൃക്ഷങ്ങളും ഗാവഹ പശുക്കളും വൃഷാക കാളകളും വസ്സാക പശുക്കുട്ടികളും പരമാ ഉത്കൃഷ്ടമായ മുദം സന്തോഷത്തെ പ്രാപിച്ചു. എല്ലാവർക്കും ഭഗവാൻ ഒരാപത്തും കൂടാതെ വന്നപ്പോൾ എല്ലാ പേരും സന്തോഷിച്ചു. ഭഗവാന്റെ മാഹാത്മ്യം അവർക്കൊന്നും അറിഞ്ഞുകൂടല്ലോ. രാമാച്ചാച്യുതം ആലിംഗ്യ ജഗാസാസ്യാനുഭാവവേദ് നഗാഗാവോ വൃഷാവത്സ ലേപിരേ പരമാമുദം. ശ്ലോകം 17. നന്ദം വിപ്രാസമാഗത്യ ഗുരവ സ കളത്രക ഊജുസ്തേ കാളിയഗ്രസ്തോ ദിഷ്ട്യാ മുക്തസ്തവാത്മജഃ. നന്ദം വിപ്രാഹ സമാഗത്യ ഗുരവഃ കളത്രഃ സകളത്രഃ ഊജുസ്തേ കാളിയഗ്രസ്തേ ദിഷ്ട്യാ മുക്തസ്തവാത്മജഃ. സകളത്രാഹ ഭാര്യാസഹിതന്മാരും ഗുരവ പുരോഹിതരുമായ വിപ്ര ബ്രാഹ്മണർ നന്ദനെ സമാഗത്യ പ്രാപിച്ചിട്ട് കാളിയഗ്രസ്ത കാളിയനാൽ ഗ്രസിക്കപ്പെട്ട വിഴുങ്ങപ്പെട്ട അല്ലെങ്കിൽ ചുറ്റപ്പെട്ട തവ അങ്ങയുടെ ആത്മജഃ പുത്രൻ ദിഷ്ട്യ ഭാഗ്യത്താൽ മുക്ത മോചിക്കപ്പെട്ടു എന്ന് അവർ പൂജു പറഞ്ഞു. അപ്പം അങ്ങയുടെ പുത്രന്മാർ ഭാഗ്യത്താലാണ് രക്ഷപ്പെട്ടത്. നന്ദവിപ്രാസമാഗത്യ ഗുരവസ കളത്രകാഹ ഊജുസ്തേ കാളിയഗ്രസ്തോ ദിഷ്ട്യാ മുക്തസ്തവാത്മജഃ. ശ്ലോകം 18. ദേഹിദാനം ദ്വിജാതീനാം കൃഷ്ണ നിർമുക്തി ഹേതവേ നന്ദപ്രീതമനാരാജൻ ഗാസുവർണം തഥാദിശ. കൃഷ്ണ നിർമുക്തി ഹേതവേ കൃഷ്ണൻ്റെ മോചന നിമിത്തം ദ്വിജാതീനാം ബ്രാഹ്മണരായ ഞങ്ങൾക്ക് ദാനത്തെ തന്നാലും രാജാവേ നന്ദൻ പ്രീതമനാഹ സന്തോഷിച്ച മനസ്സോടുകൂടി തഥാ അപ്പോൾ പശുക്കളെയും സ്വർണത്തെയും ആദിശം കൊടുത്തു. അപ്പോൾ ബ്രാഹ്മണർ തങ്ങൾക്ക് ദാനം തരണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പശുക്കളെയും അതുപോലെ സ്വർണത്തെയും ദാനം ചെയ്തു. ദേഹിദാനം ദ്വിജാതീനാം കൃഷ്ണ നിർമുക്തി ഹേതവേ നന്ദപ്രീതമനാരാജൻ ഗാസ്വർണം തഥാദിശ. ശ്ലോകം 19. യശോദാപി മഹാഭാഗ നഷ്ടലബ്ധ പ്രജാസതി പരിഷ്വജ്യാംഗം ആരോപ്യ ഉമോജാശ്രു കലാംസുഹു. നഷ്ടലബ്ധ പ്രജ നഷ്ടമായും പിന്നെ ലഭിക്കപ്പെട്ടും ഇരിക്കുന്ന പ്രജയോടുകൂടിയ മഹാഭാഗ്യവതിയും സതി പതിവ്രതയുമായ യശോദയും അംഗം മടിയിൽ ആരോപ്യ കയറിയിട്ട് പരിഷ്വജ്യ ആലിംഗനം ചെയ്ത് അശ്രുകലാം സന്തോഷാശ്രുവിനെ മുഹു വീണ്ടും മോചിപ്പിച്ചു. യശോദാഭി മഹാഭാഗ നഷ്ടലബ്ധ പ്രജാസതി പരിഷ്വജ്യാംഗ ആരോപ്യ മുമോജാശ്രു
കലാമുഹു. ശ്ലോകം 20. താം രാത്രിം തത്ര രാജേന്ദ്ര ക്ഷുദ്രഭ്യാം ശമകർഷിതാക ഊഷുർപ്രജൗകസോ ഗാവാ കളിന്ത്യ ഉപകൂലതഃ. രാജേന്ദ്ര, രാജശ്രേഷ്ഠ, ക്ഷുദ്രഭ്യാം വിശപ്പും ദാഹവും നിമിത്തം ശ്രമകർഷിത ഏറ്റവും ക്ഷീണിച്ചവരായി പ്രജൗകസ പ്രജവാസികൾ ഗാവക പശുക്കൾ കാളിന്ത്യയുടെ ഉപകൂലത കരയ്ക്ക് സമീപത്തിൽ തത്ര അവിടെ താം രാത്രി ആ രാത്രിയെ ഊഷുഹു വസിച്ചു. അപ്പോൾ ഇങ്ങനെ കാളിയനെ കൃഷ്ണൻ പിടിച്ചത് ഇതൊക്കെ നോക്കി കുറേ സമയം അതൊക്കെ പോയി. അങ്ങനെ വന്നപ്പോൾ രാത്രിയായി. പിന്നെ അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ കാളിന്തിയുടെ കരയിൽ അന്ന് രാത്രി കഴിച്ചു കൂട്ടി. താം രാത്രിയും തത്ര രാജേന്ദ്ര ക്ഷുദ്രഭ്യാം ക്ഷമകർഷിത ഊഷർജൗവസോ ഗാവ കാളിന്ത്യാമുപകൂലത. ശ്ലോകം 21. യഥാ ശുചിർവനോദ്ഭൂതോ ദാവാഗ്നി സർവതോ വൃജം സുപ്തം ദിശീതാവൃത്യ പ്രദക്തും ഉപചക്രമേ. അടുത്ത ദാവാഗ്നി വർണ്ണനമാണ്. ഭഗവാൻ ആ കാട്ടുതീയെ പാനം ചെയ്തതാണ്. താ ശുചി വനോദ്ഭൂതോ തഥ അപ്പോൾ നിശീതെ രാത്രി അർദ്ധരാത്രി സമയത്ത് ശുചി വനോദ്ഭൂത ഗ്രീഷ്മകാല സംബന്ധമായ കാട്ടിൽ നിന്നുണ്ടായ ദാവാഗ്നി കാട്ടുതീ. അപ്പോൾ കൂടെ കാട്ടിലെ ഉണങ്ങിയ മരങ്ങൾ ഉരസി തീ പിടിക്കും. അങ്ങനെയുള്ള തീ സുപ്തം ഉറങ്ങിക്കിടന്ന വ്രജത്തെ സർവ്വത എല്ലാ ഭാഗത്തു നിന്നും ആവൃത്തി ആശ്ചര്യപ്പെട്ട് അല്ലെങ്കിൽ ചുറ്റിയിട്ട് പ്രദക്തും അപ്പോൾ തഥാ ശ്ലോകം 21 തഥാ ശുചിവനോദ്ഭൂതോ ദാവാഗ്നി സർവതോ വൃജം സുപ്തം നിശീതാവൃത്ത പ്രദക്തും ഉപചക്രമേ. അർദ്ധരാത്രി ആ ഗ്രീഷ്മ സമയത്തുണ്ട് ആ കാട്ടിൽ നിന്ന് ദാവാഗ്നി വന്നു. അപ്പോൾ ഉറങ്ങിക്കിടന്ന് എല്ലാവരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ കാട്ടുതീ എന്ത് ചെയ്തു? ഇവർക്ക് ചുറ്റുമായി. അപ്പോൾ ഇവരെ ദഹിപ്പിക്കാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്ലോകം 22 തഥാ ഉദ്ധായ സംഭ്രാന്ത ദഹ്യമാന വ്രജൗകസ കൃഷ്ണമേയുസ്തേ ശരണം മായാമനിജം ഈശ്വരം. തതഹ അനന്തരം ദഹിക്കപ്പെടുന്ന വ്രജൗകസ വ്രജവാസികൾ തീ വന്നപ്പോൾ അവർക്ക് ഭയങ്കര ചൂടായി. അവർ പെട്ടെന്ന് ചാടി എണീറ്റ് ഉദ്ധായ സംഭ്രമിച്ചവരായി മായാമനുഷ്യനായും ഈശ്വരനുമായിരിക്കുന്ന കൃഷ്ണനെ അവർ ശരണം പ്രാപിച്ചു. അപ്പോൾ ചൂടുകൊണ്ട് പരിഭ്രമിച്ച് എഴുന്നേറ്റു. എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ആ മായാമനുഷ്യനായ കൃഷ്ണന് മാത്രമേ സാധിക്കൂ എന്ന് അവർക്കറിയാം. അവർ കൃഷ്ണനെ വിളിച്ചു. തഥ ഉദ്ധായ സംഭ്രാന്ത ദഹ്യമാന വ്രജൗകസ കൃഷ്ണം യേയുസ്തേ ശരണം മായാമനുജമീശ്വരം. ശ്ലോകം 23 അവർ വിളിച്ചത് എന്താണ്? കൃഷ്ണ മഹാഭാഗ ഹേ രാമാമിത വിക്രമ യേഷഘോരതമാവന്നി സ്ഥാവകാൻ ഗ്രസദേഹിതനഃ. കൃഷ്ണ മഹാഭാഗ, അല്ലയോ കൃഷ്ണ സച്ചിദാനന്ദ സ്വരൂപ, മഹാഭാഗ മഹാഭാഗ്യ നിധി ദാനമേ, ഹേ രാമ രമിപ്പിക്കുന്നവനെ, അമിത വിക്രമ അപാര ശൗര്യമുള്ളവനെ, ഘോരതമ ഏറ്റവും ഘോരമായ, യേഷാഹി വഗ്നി ഈ തീയ്, താവകാൻ ഞങ്ങളെ സംബന്ധിച്ചതായ, താവകാൻ അങ്ങയുടെ സംബന്ധികളായ, അതായത് അങ്ങയുടെ ബന്ധുക്കളായ, ഞങ്ങളെ ഗ്രസിക്കുന്നുവല്ലോ. അപ്പോൾ ഇതാ ഈ തീ ഇപ്പോൾ ഞങ്ങളെയൊക്കെ പിടിച്ചു വിഴുങ്ങും. അല്ലയോ കൃഷ്ണ, അതുകൊണ്ട് നീ ഞങ്ങളെ രക്ഷിക്കണം. കൃഷ്ണ മഹാഭാഗ ഹേ രാമാമിത വിക്രമ യേഷഘോരതമോ വന്നി താവകാൻ ഗ്രസദേഹിനഃ. ശ്ലോകം 24 ദുസ്തരാന്യാസ്വാൻ പാഹി കാലാഗ്നൈ സുഹൃതം വിഭോ ന ശക്നും മസ്ത്വച്ചരണം. സന്ത്യക്തം അഗതോ ഭയം.
പ്രഭോ സർവസമർത്ഥ ദുസ്തരാത് കടക്കാൻ സാധിക്കാത്ത ദുസ്തരാജ്ഞഹ എന്നാണ് ആദ്യത്തെ വാക്ക്. പ്രയാസം ആയ കാലാഗ്നിയിൽ നിന്ന് സുഹൃതക അങ്ങയുടെ സുഹൃത്തുക്കളും സ്വാൻ സംബന്ധികളുമായ ഞങ്ങളെ പാകി രക്ഷിച്ചാലും. അകുതോഭയം എല്ലാ ഭയത്തെയും തീർക്കുന്ന ത്വച്ചരണം അങ്ങയുടെ പാദത്തെ സന്തക്തും ഉപേക്ഷിക്കാനായിക്കൊണ്ട് ശക്നുമ സ്ത്വച്ചരണം ഞങ്ങളാരും ശക്തരാകുന്നില്ല. ഞങ്ങൾക്ക് മരിക്കാൻ ഭയമൊന്നുമില്ല, പക്ഷേ അങ്ങയിൽ നിന്ന് വേർപെട്ടു പോകാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. ദുസ്തരാജ്ഞ സ്വാൻ ഭാഗി കാലാഗ്നേ സുഹൃത പ്രഭോ ശക്നുമ തരണം സന്തക്തും അകുതോഭയം. ശ്ലോകം 25. ഇതം സ്വജന വൈക്ലഭ്യം നിരീക്ഷ ജഗദീശ്വര തമഗ്നിം അഭിഭത് തീവ്രം അനന്തശക്തി ത്രക്. ഇതം സ്വജനം വൈഷമ്യം നിരീക്ഷ ജഗദീശ്വര തം അഗ്നിം അഭിഭത് തീവ്രം. ശ്ലോകം 25. ഇതം സ്വജന വൈക്ലഭ്യം നിരീക്ഷ ജഗദീശ്വര തം അഗ്നി അഭിഭത് തീവ്രം അനന്തശക്തി ത്രക്. ഇതം സ്വജന വൈക്ലഭ്യം ഇപ്രകാരം സ്വജനങ്ങളുടെ ആ ദുഃഖത്തെ കണ്ടിട്ട് ജഗദീശ്വരൻ തം അഗ്നിയും അഭിപത് തീവ്രം ആ അഗ്നിയെ പെട്ടെന്ന് തന്നെ അതികഠിനമായ ആ അഗ്നിയെ അഭിപത്ത് എന്ന് വെച്ചാൽ പാനം ചെയ്തു. അനന്തശക്തി ത്രക് അനന്തമായ ശക്തിയെ ധരിച്ചിരിക്കുന്നവൻ ആ അഗ്നിയെ പാനം ചെയ്തു. അപ്പോൾ ഭഗവാൻ തൻ്റെ സ്വജനങ്ങൾ ഇപ്രകാരം ക്ലേശിക്കുന്ന കണ്ടപ്പോൾ കാലാഗ്നി മുഴുവനും പാനം ചെയ്തു. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് ഈ അഗ്നിയെ പാനം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് എല്ലാം വന്നത് ഭഗവാനിൽ നിന്നാണല്ലോ. പഞ്ചഭൂതങ്ങളൊക്കെ വന്നത് ഇവിടെ നിന്നാണ്. എല്ലാം വന്ന ഭഗവാനിൽ നിന്നാണ്. അപ്പോൾ മുഖാത് അഗ്നിർ അജായത് എന്ന് പുരുഷ സൂക്തത്തിൽ പറയും. ഭഗവാന്റെ മുഖത്ത് നിന്നാണ് അഗ്നി ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഭഗവാന് അഗ്നി പാനം ചെയ്യുന്ന ഒരു പ്രയാസമില്ല. വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ വിവിധം രാജിക്കുന്നവനാണ് വിരാട് പുരുഷൻ. ഭഗവാന്റെ മുഖം സമഷ്ടി അഗ്നിയുടെ പ്രതീകമാണ്. അപ്പോൾ അഗ്നി കാരണാവസ്ഥയായ ഭഗവാന്റെ ഭാഗത്തിൽ പ്രവേശിച്ചു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ താമസ നിരോധന നിരൂപണേ വന്യപാന നിരൂപണ നാമ സപ്തദശോധ്യായ സമ്പൂർണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.